നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല എന്നൊക്കെ പറയാമെങ്കിലും ഇത് ഞാൻ, അതായത് കുഞ്ചൂസ് തന്നെയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് കുഞ്ചൂസ് ആണ്. സാധാരണ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ചൂസിന്റെ ഗെറ്റ് റെഡി ആവാന്ന് വിചാരിച്ചു. ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നവരായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇന്ന് കുഞ്ചൂസിന്റെ സ്കൂളിലെ ഓണം പ്രോഗ്രാം ആണ്. അതുകൊണ്ട് അവനെ വാമനന്റെ വേഷത്തിൽ ഡ്രസ്സപ്പ് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അവൻ മാവേലിയായിട്ടായിരുന്നു ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് നമ്മൾ റെന്റലായിട്ട് എടുത്തിട്ടുള്ളതാണ്. വാമനന് വലിയ മേക്കപ്പ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഒരുക്കി വിടാന്ന് വിചാരിച്ചു. അപ്പോൾ അവന്റെ ഫേസിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫൗണ്ടേഷൻ പൗഡർ ഇതുപോലെ ബ്ലഷ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൂണൂൽ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒരു ഷാളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ചൂസിന് നല്ല ചുമയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റേതായ ഡിസ്റ്റർബൻസ് അവനുണ്ട്. അതുപോലെ തന്നെ രുദ്രാക്ഷത്തിന്റെ മാലയും കയ്യിലൊക്കെ ഇട്ട് നോക്കണ്ടായിരുന്നു. കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ അവൻ ഈ മുഖത്ത് എക്സ്പ്രഷൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മലുണ്ട്, അത് പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. ഞാൻ ഇന്നലെ അത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അവന് വേദന ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് കോട്ടൺ രണ്ട് സൈഡിലും വെച്ച ശേഷമാണ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൻ ഇന്നലത്തെ പോലെ വേദന ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അത്. അതിനുശേഷം തലയിൽ ഇങ്ങനെ ഒരു തൊപ്പിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുടയും കയ്യിൽ പിടിക്കാനായിട്ട് ഒരു പാത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം അവന്റെ നെറ്റിയിലും നെഞ്ചിലുമായിട്ട് ഞാൻ ചന്ദനം കൊണ്ട് കുറിയും തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ ഗെറ്റ് റെഡി വിത്ത് കുഞ്ചു ആസ് വാമനൻ.